ജോഷ്ല, കഴിഞ്ഞ ദിവസം അവിടെ ടി സിദ്ദിഖ് MLA നടത്തിയ നാടകം കേരളം കണ്ടതാണ്. ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പദ്ധതികളുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളാണ് ടി സിദ്ദിഖാണ് കഴിഞ്ഞ ദിവസം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ടൗൺഷിപ്പിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ അവിടെ നടത്തിയ നാടകങ്ങൾ. ഇവിടെ ഇപ്പോൾ LDFന്റെ നേതാക്കൾ ആരൊക്കെയാണുള്ളത്? വളരെ കൃത്യമായി തന്നെ ആ കള്ളം പൊളിക്കാൻ ഇത്തരത്തിലുള്ള ഇടപെടൽ ആരാണ് ഈ പദ്ധതിക്ക് മുന്നിട്ട് നിന്നത്? സംസ്ഥാന സർക്കാർ ഏത് തരത്തിലാണ് ദുരന്തബാധിതരെ അവരെ കയ്യിലെടുത്തത്? അവർക്ക് എങ്ങനെ തരത്തിലുള്ള പരിഗണനയാണ് നൽകിയത്? അവരെങ്ങനെയാണ് കരുതിയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ, ഈ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്താണ് ഇപ്പോൾ ടൗൺഷിപ്പിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ? ആരൊക്കെയാണ് LDFന്റെ നേതാക്കൾ അവിടെ സന്ദർശിക്കുന്നത്? സിജു, LDFന്റെ നേതാക്കൾ, വയനാട് ജില്ലയിലെ നേതാക്കളാണ് ഇപ്പോൾ ടൗൺഷിപ്പ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിവാദങ്ങൾ എന്ന് പറയാൻ സാധിക്കില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃ ക്യാമ്പ് സമാപിച്ചതിന് ശേഷം ബോധപൂർവം ഉണ്ടാക്കുന്ന കുറെ ശ്രമങ്ങളാണ്, അതായത് ടൗൺഷിപ്പ് തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള UDFന്റെ ശ്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ VD സതീശൻ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു, ഇവിടെയുള്ള 300 വീടുകളുടെ അവകാശം തനിക്കാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ടി സിദ്ദിഖ് MLA ഇവിടെയുള്ള UDF പ്രതിനിധികളെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരുന്നു. ഇത്തരത്തിൽ ടൗൺഷിപ്പിന്റെ എല്ലാ ഉത്തരവാദിത്വവും തങ്ങളുടേതാണെന്നുള്ള ഭാവത്തിൽ ഇവിടെ നിന്ന് പെരുമാറുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ തൊഴിലാളികളോട് അത്തരത്തിൽ സംസാരിക്കുന്നു, കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയെന്നൊക്കെ പറയുന്നു. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ LDFന്റെ നേതാക്കളൊക്കെ തന്നെ ടൗൺഷിപ്പ് സന്ദർശിക്കുന്നത്. അവർ ഇതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൗൺഷിപ്പിലെ പ്രവർത്തനങ്ങൾ നടന്ന് കണ്ടതിന് ശേഷം അവർ മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട്. LDFന്റെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ, അതുപോലെ തന്നെ LDFലെ എല്ലാ ഘടകകക്ഷി നേതാക്കളും ഇപ്പോൾ ഈ ഒരു സംഘത്തോടൊപ്പമുണ്ട്. നേരത്തെ തന്നെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും വന്ന് കണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്നാൽ പോലും അവരിപ്പോൾ ഒന്നായി ഈ ഒരു ടൗൺഷിപ്പ് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൗൺഷിപ്പിൽ 295 വീടുകളുടെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുറച്ച് വീടുകളുടെ കോൺക്രീറ്റ് മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ. ഏകദേശം ഫെബ്രുവരി മാസത്തോടുകൂടി ടൗൺഷിപ്പിലെ എല്ലാ വീടുകളും ദുരന്തബാധിതർക്ക് കൈമാറാൻ സാധിക്കും എന്നാണ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ജോഷ്ല, കേൾക്കാമോ? ഈ നേതാക്കൾ നടന്നു പോകുന്നത് ആ സ്ഥലത്ത് നടക്കുന്ന നിർമ്മാണ പ്രവൃത്തി എന്താണ്? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഓവുചാൽ സംവിധാനമാണ്. അതോടൊപ്പം തന്നെ നടുക്ക് ഒരു റോഡിന്റെ രീതിയാണ്. ഇപ്പോൾ അവിടെ ബ്രിക്സ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കാണ് നേതാക്കൾ പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 250 വീടുകളിലെ കോൺക്രീറ്റ് അടക്കം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഏതാനും വീടുകളുടെ സിജു, ഇപ്പോൾ ബ്രിക്സ് നിർമ്മാണം നടക്കുന്നത് ഏകദേശം മൂന്നാമത്തെ സോണിലാണ് ബ്രിക്സ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾ ഇതൊക്കെ തന്നെ നോക്കിക്കണ്ടു. 1ാം സോണും 2ാം സോണും ഒക്കെ തന്നെ നോക്കിക്കണ്ടു. ആകെ 5 സോണുകളിലായിട്ടാണ് ഇവിടെ വീട് നിർമ്മാണം നടക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം കോൺക്രീറ്റ് പൂർത്തിയാവാനായി, എല്ലാ വീടുകളുടെയും കോൺക്രീറ്റ് പൂർത്തിയാവാനായി 295 വീടുകളുടെ നിർമ്മാണം ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ് LDF നേതാക്കൾ.